ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഔട്ട്ലൈൻ ചെയ്യാം, ഫേസിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തു വീണ്ടും ഒരു ഫ്രീ ഹാൻഡ് ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു വര വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഫേസ് കുറച്ച് ചെരിഞ്ഞാണിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചില്ല, ചെറിയൊരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നോക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ആ ഫോട്ടോ നിങ്ങൾ സൂം ചെയ്തിട്ട് നമ്മൾ ആ കണ്ണിൻ്റെ വരുന്ന ഭാഗമില്ലേ, അപ്പോൾ ആ വരുന്ന ഭാഗത്ത് ഏകദേശം ഒരു ഞാനിപ്പോൾ ഈ വരയുടെ നടുക്കായിട്ടല്ല, ഏകദേശം ഒരു നടുക്കായിട്ട് ഒരു ചെറിയ വര വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫോട്ടോ നല്ല സൂം ചെയ്തിട്ട് നിങ്ങൾ പെൻസിലിൽ ആ ഒരു കണ്ണിൻ്റെ അളവെടുക്കുക. കണ്ണിൻ്റെ ഒരു വലിപ്പത്തിന് നമ്മൾ ഏകദേശം ഒരു മെഷർമെൻറ്റ് ചെയ്യുക നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് തന്നെ. അതിനുശേഷം ആ കണ്ണിൻ്റെ എൻഡ്, അതായത് നമ്മൾ വരച്ച് തുടങ്ങുന്ന ഭാഗത്തു നിന്ന് ആ തീരുന്ന ഭാഗം വരെയുള്ള ഭാഗം ജസ്റ്റ് ഒരു ഡോട്ട് ഇടുക. ഇങ്ങനെ നിങ്ങൾ പിടിച്ച് നോക്കുക പെൻസിലിൽ. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന കണ്ണാണ് വരയ്ക്കാൻ പോകുന്നത് ആദ്യം. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഡോട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലത്തെ കണ്ണിൽ നമ്മൾ കണ്ണിൻ്റെ ഇതൊരു ലെങ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിപ്പോൾ നിങ്ങൾ ആ ഫോട്ടോയുടെ മുകളിൽ ഫോണിൽ ഇങ്ങനെ പെൻസിൽ വെച്ച് നോക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു ഡോട്ട് ഇടുക പേപ്പറിൽ. അപ്പോൾ നമ്മൾ വരച്ച് വെച്ചേക്കുന്ന ലൈനില്ലേ, അവിടെ നിന്ന് വരച്ച് മറ്റേ ലൈനിലേക്ക് നമ്മൾ ആ ഡോട്ട് ഇട്ട് വെച്ചേക്കുന്ന ആ ഭാഗത്തേക്ക് മുട്ടിക്കുക. അപ്പോൾ ഞാൻ വരച്ച കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു വര കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു വരയാണ് ഇപ്പോൾ ആദ്യം വരച്ചത്. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തോട്ട്, അതായത് നമ്മൾ കണ്ണിൻ്റെ പിരികം പോകുന്ന ആ ലൈനില്ലേ, അപ്പോൾ ആ ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ കണ്ണിൻ്റെ ഒരു ഷേപ്പ് താഴെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് കണ്ണൊക്കെ വരയ്ക്കുമ്പം കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ വെച്ചിട്ട് ആ കണ്ണിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് മെത്തേഡാകുമ്പോൾ നമുക്ക് ഓരോ ബോക്സ് നോക്കിയിട്ട് ചെയ്ത് പോയാൽ മാത്രം മതി, ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു കണ്ണ് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പ് പറയുന്നത് നിങ്ങൾ ആ പെൻസിൽ വെച്ച് അളവെടുക്കുക, ഫോട്ടോ സൂം ചെയ്തിട്ട് അളവെടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നതിന്. അപ്പോൾ ആ രീതി തന്നെ നിങ്ങൾ നല്ല സൂം ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് അളവെടുത്തിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക ഇതുപോലെ. ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ കുറച്ചാണെങ്കിലും ഇപ്പോൾ ഗ്രിഡ് മെത്തേഡാണെങ്കിലും ആ രീതിയിൽ നമ്മൾ കുറച്ചാണെങ്കിലും വരച്ച് ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡ് നല്ലത് ചെയ്യാൻ പറ്റും. നമ്മളെ കണ്ണിൻ്റെയൊക്കെ ആ ഷേപ്പും ആ മൂക്കിൻ്റെയൊക്കെ ആ ഷേപ്പ് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ കിട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വരച്ച് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിലത്തെ കണ്ണും വരച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കണ്ണിൻ്റെ പുരികം നമുക്ക് വരയ്ക്കാനുണ്ട്. ജസ്റ്റ് തൊട്ട് മുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പം അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഫോട്ടോ സൂം ചെയ്ത് ഇപ്പോൾ ജസ്റ്റ് പെൻസിൽ വെച്ച് ഒന്ന് നോക്കുക എന്തേരം ദൂരത്തിലാണ് കണ്ണിൻ്റെ പുരികം വരുന്നത് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒരു ഡോട്ട് ഇടുക. അപ്പോൾ ഞാൻ ചെറിയ ഡോട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കാരണം എനിക്കൊരു ഫോണേ ഉള്ളൂ, നോക്കി വരയ്ക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഫോണുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഡോട്ടൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലത്തെ പുരുകം നമ്മൾ അപ്പോൾ തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മൂക്കാണ് വരയ്ക്കാനുള്ളത്. മൂക്ക് വരയ്ക്കുമ്പം നിങ്ങൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ തന്നെ ഫോട്ടോ സൂം ചെയ്യുക, എന്നിട്ട് ആ ലെങ്ത്ത് നിങ്ങൾ പെൻസിൽ മെഷർമെൻറ്റ് ചെയ്തെടുത്തിട്ട് കണ്ണിൻ്റെ അവിടെ തൊട്ട് എന്തരെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ആ വരയുടെ കറക്റ്റ് അവിടെ ഡോട്ട് കൊടുക്കുക. അന്നേരം ആ മൂക്കിൻ്റെ ആ ഷേപ്പ് അതുപോലെ തന്നെ നോക്കിയിട്ട് ഫോട്ടോ നോക്കി അതുപോലെ തന്നെ വരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ മൂക്ക് വരച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ മീശ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് അളവെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ആ ഫോട്ടോ തന്നെ നോക്കി ഒന്ന് വരച്ചെടുക്കാൻ നോക്കിയാൽ മതി.
നമുക്ക് കണ്ണും മൂക്കും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം മാത്രം നമുക്കൊന്ന് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഫോട്ടോ നോക്കി തന്നെ ഒന്ന് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്കിനി വരയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ അവിടെ മുകളിലോട്ടുള്ള അതായത് നെറ്റി കഴിഞ്ഞുള്ള മുടി കിടക്കുന്ന ഭാഗമില്ലേ, അപ്പോൾ അതെന്തേരെ വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അത് മുമ്പ് പറഞ്ഞാൽ തന്നെ ഫോട്ടോ സൂം ചെയ്യുക. അതുപോലെ തന്നെ മുടി എൻ്റെ അതായത് നമ്മൾ തലയുടെ തീരുന്ന ലൈന് അതും ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് നടുവിൽ നിന്ന് ആ ചെവിയുടെ അടുത്തേക്ക് വരുന്നത്, അതായത് ചെവിയുടെ അടുത്ത് വരുന്ന ഭാഗമല്ലേ മുടിയുടെ, അപ്പോൾ അവിടെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ അളവൊന്നും എടുക്കേണ്ട, ജസ്റ്റ് ആ മുടി കിടക്കുന്ന ആ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്ര വരച്ചാൽ നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അതുപോലെ ഇവിടുന്നും ആ കണ്ണിൻ്റെ പുരുവത്തിൽ നിന്ന് ആ മുകളിലേക്ക് എന്തെങ്കിലും ലെങ്താണ് വരുന്നത് ഒന്ന് സൂം ചെയ്യുക, ഒന്ന് ഇപ്പോൾ എടുത്തിട്ട് മാർക്ക് ചെയ്യുക, എന്നിട്ട് വരയ്ക്കുക. പിന്നെ താഴേക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് ആ ലൈന് അതായത് ആ പിരുവത്തോടെ മുട്ടിയാണ് ആ ഒരു ഫേസിൻ്റെ ആ ഭാഗം വരുന്നത്, അപ്പോൾ അതങ്ങോട്ട് മുട്ടിച്ച് വരച്ചാൽ മതി. പിന്നെ ആ ഒരു നിങ്ങൾ അളവെടുക്കുന്ന എടുക്കേണ്ട, ജസ്റ്റ് ഒരു ഐഡിയ വെച്ച് ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ആ മുടിയുടെ അവിടെ വരുന്ന എന്തൊരു ഉയരത്തിലാണ് വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വരച്ച് പോയാൽ മതി. അടുത്ത മുടിയുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വരച്ച് തുടങ്ങുന്നുണ്ട്. ഞാൻ ഓൾറെഡി ചെറിയ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതിന് മുകളിൽ കൂടെ വരച്ച് പോകുന്നതാണ്, ആ ഒരു ലൈൻ മുട്ടിച്ച് പോകുന്നതാണ്. മുടി ഇവിടം വരെ വരുന്നത് ഞാൻ ജസ്റ്റ് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ആ ഒരു ചെവിയുടെ ഭാഗം വരുന്നുണ്ട്, അപ്പോൾ അവിടെ കൊണ്ട് നിങ്ങൾ വരച്ച് മുട്ടിച്ചെടുക്കുക. നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പോൾ ശരിയാണെന്ന് നിർബന്ധമില്ല, നിങ്ങൾ വീണ്ടും വരച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഗ്രിഡ് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് വരയ്ക്കേണ്ടത് ചെവിയുടെ ഭാഗം വരയ്ക്കാനുണ്ട്, പിന്നെ ലിപ്സ് വരയ്ക്കാനുണ്ട്, പിന്നെ അവിടെ ഒരു വിരൽ വരുന്നുണ്ട്, ആ ഒരു വിരൽ വെച്ചേക്കുന്നത്, അപ്പോൾ അതോടെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അളവെടുത്ത് വരച്ച് തന്നെ പോകും. ഇങ്ങനെ ആ താടിയുടെ എൻഡാണ് ഞാൻ ഇപ്പോൾ വരച്ചാൽ, നമുക്ക് ഇവിടെ വരെ ആ ഫേസ് അതിൻ്റെ നീളം വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക, എന്നിട്ട് വരച്ച് പോവുക. നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് കിട്ടണം നിർബന്ധമൊന്നുമില്ല, കുറച്ചൊക്കെ ഫേസിൽ ഇത്തിരി വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോയെന്ന്, ഇല്ലെങ്കിൽ മെത്തേഡ് തന്നെ നിങ്ങൾ നോക്കുക. പിന്നെ ആ താടി വരുന്ന രോമത്തിൻ്റെ ആ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കൊടുത്താൽ മതി. ഞാൻ ഒരുപാട് തെളിച്ച് വരയ്ക്കുന്നില്ല. പിന്നെ എവിടെയാണ് ആ വിരൽ വരുന്നത്, അപ്പോൾ ആ ഒരു വിരലിൻ്റെ അവിടെ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഞാൻ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ചെയ്തൊരു ഡ്രോയിങ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ബാക്കി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കി ഫോട്ടോ നോക്കി ചെയ്ത് പോകുക, ഇല്ലെങ്കിൽ ഞാൻ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ച് ഈ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ. അത് ഞാൻ 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്, ആ 3 പാർട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് ബാക്കി നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും ഗ്രിഡ് മെത്തേഡ് നോക്കിയിട്ട്, അതായത് ഞാൻ ചെയ്തേക്കുന്ന ഡ്രോയിങ് നോക്കിയാൽ നിങ്ങൾക്ക് ഫേസ് ഷെയ്ഡിങ്ങും കണ്ണുമൊക്കെ വരയ്ക്കാൻ പറ്റും, മുടിയൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ ആ വീഡിയോസ് കണ്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ ഫ്രീ ഹാൻഡായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന വര മായ്ച്ച് കളയുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പമാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഫുള്ളായിട്ട് വരയ്ക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ തന്നെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് 3 പാർട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. വരച്ച് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുക. പിന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഫ്രീ ഹാൻഡ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല ഫ്രീ ഹാൻഡ് ഡ്രോയിങ്, ഞാൻ കൂടുതൽ മെത്തേഡാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫേസ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വരയ്ക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫേസിൻ്റെ ഔട്ട്ലൈൻ ആയിരിക്കും കൂടുതലും ബുദ്ധിമുട്ട് വരുന്നത് ചെയ്യാൻ. അപ്പം അത് ചെയ്ത് പഠിക്കുക ഇങ്ങനെ തന്നെ. അപ്പം ഇതാണ് ഞാൻ മെത്തേഡ് ഉപയോഗിച്ച് വരച്ച ഡ്രോയിങ്.